ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കൊറോണയും ലോക്ക്ഡൗണും അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ആകെ ശോകമൂകമായിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് റീചാർജിനോ അങ്ങനെ ഫണ്ടൊപ്പിക്കാൻ നമുക്ക് പണിക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ, എറണാകുളം അങ്ങനെ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ റീചാർജിനും അവിടെ ചെറിയ ഫണ്ടിനൊക്കെ ഉള്ള ചെറിയ ചിലവിനൊക്കെയുള്ള ഫണ്ട് ഒപ്പിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഈ ആപ്പിൻ്റെ പേര് ബിഗ് ടോക്കൺ എന്നാണ്. ഇതിനകത്ത് കുറച്ച് നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവർ പൈസ തരും. നമുക്കത് റിഡീം ചെയ്യാൻ ഇത്ര ദിവസമുണ്ട്. ഇതിനകത്ത് കുറേ രീതിയിൽ നമുക്ക് പൈസ ഒപ്പിക്കാം. ഇപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം, നമ്മുടെ ലൊക്കേഷൻ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പൈസ ഒപ്പിക്കാം. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് ലൊക്കേഷൻ ഇല്ല. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എങ്ങനെ വാട്സപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. പിന്നെ പറയുമ്പോൾ ഹൈ പോയിൻറ്റ്സിൻ്റെ സർവേ എന്ന് പറയുമ്പോൾ ഇവരെന്ന് പറയുമ്പോൾ നമ്മളോട് കുറേ ചോദ്യം ചോദിക്കും. എന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ ഉത്തരം പറയുമ്പോൾ ഒരു പൈസ തരും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ പൈസ ആക്കണത്. അത്ര ഓർത്താണ്. ഇതേപോലത്തെ കുറേ ആപ്പുണ്ട്. എനിക്കൊരു ജെന്യുവനായിട്ട് തോന്നിയ ഇതാകൊണ്ടാണ് നിങ്ങളോട് ഇത് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഇവർ കുറേ ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ കുറേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു 10-12 മണിക്കൂറുള്ള സർവേ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ വെറുതെ മൊത്തം കാണിക്കേണ്ട, നിങ്ങൾക്കിത് ബ്രീഫായിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളോട് നമ്മൾ കുറച്ച് കാണിക്കണുള്ളൂ, കുറേ ഉണ്ട്. പക്ഷെ പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ഒന്നല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് അക്കൗണ്ടിലോട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാരിറ്റിയിലോട്ട് ഡൊണേറ്റ് ചെയ്യാം. നേരിട്ട് നമുക്ക് ഈ കമ്പനിക്കാർക്ക് തന്നെ ഡൊണേറ്റ് ചെയ്ത് അവർ ചാരിറ്റിയിലോട്ട് എടുത്തോളും അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഞാൻ ഈ ആപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആപ്പിൽ ഞാൻ നേരിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ സർവേ കുറേ ചോദ്യം നമ്മൾ ചോദിക്കും. അവർക്ക് പൊതുവായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ പരത്തിയങ്ങ് ചോദിക്കും. അപ്പോൾ നമ്മൾ അത് നമ്മുടെ രീതിയിൽ ഉത്തരം പറയണം. അതാണ് അവർക്കും ആവശ്യം, നമുക്കും ആവശ്യം. പിന്നെ ഇതിനകത്ത് സർവേ മാത്രമല്ല, കുറേ ടാസ്കും ഉണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈസ കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് ടാസ്ക് എന്ന് പറയുമ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഈ മിസ്റ്ററി സർവേയും ടാസ്കും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എടുത്ത മൊത്തം പോയിന്റും പിന്നെ റീസെറ്റ് ആവും. അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ എടുത്താലേ നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഏകദേശം 2.5 മാസം, 2.5 മാസമാണ്, 2.5 അല്ല 2 മാസം ഒരാഴ്ചയും കിട്ടും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റീസെറ്റ് ആയി പിന്നെ ആദ്യം തുടങ്ങേണ്ടി വരും. അപ്പോൾ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ല ടാസ്ക്കാണ് തന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് നല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെടുക്കാനായിരിക്കും. അങ്ങനെ ഗെയിമാണെങ്കിൽ ഇത്ര ലെവൽ വരെ എത്തിയിട്ട് ആ ലെവലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെടുക്കുക. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും എളുപ്പമുള്ള പോലെ എടുക്കാം. ഇപ്പോൾ ഫൈൻഡ് ദ ബോക്സ് ആയാലോ, ഇതൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും. ഇതിനകത്ത് 100% എല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമേ 100%, അപ്പോൾ എല്ലാ കുറുക്കനെയും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. നമുക്ക് കളിച്ച് നോക്കാം. പക്ഷേ ഇതും കുറേ ഉണ്ട് കേട്ടോ. സർവേ എന്ന് പറയുമ്പോൾ ഏകദേശം 30-35 ചോദ്യങ്ങളും വരും. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രീഫാക്കി എടുത്തേനെ. നമുക്ക് ആദ്യമേ ഇനി കുറുക്കനെ കണ്ടുപിടിച്ച് കളിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടാസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ മാത്സിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് മാത്സ്. പിന്നെ ഓരോരോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിന് രജിസ്റ്റർ ചെയ്യാനും, പിന്നെ ഗെയിം ഇപ്പം ഞാനൊരെണ്ണം കഴിഞ്ഞ് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് 11ാമത്തെ ലെവൽ എത്തിയിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ഏകദേശം 500 പോയിൻ്റ് കിട്ടി. ഇതൊക്കെ അങ്ങനത്തെ നമ്മൾ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടാസ്ക് തീർക്കുമ്പോൾ നമുക്ക്
കുറച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ആദ്യത്തെ റിഡീമിൽ നമുക്ക് $10 ഏകദേശം 600-700 രൂപ വരും. അപ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് വെറുതെ ഫോണ് കയ്യിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 600 രൂപ കിട്ടണ എന്താ നഷ്ടമാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ സെക്യൂരിറ്റി ഇഷ്യൂ ഒന്നും ഇല്ല. അവരുടെ ലൈസൻസൊക്കെ ചെക്ക് ചെയ്താലും സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനത്തെ സാധാരണ ചീപ്പായിട്ട് നമുക്കെന്ന് വെച്ചാൽ ഈ ആപ്പ് ശരിക്കും നമ്മളൊരു സ്റ്റാൻഡേർഡ് ആപ്പ് പോലെ തോന്നുള്ളൂ. പിന്നെ ഈ സർവേ ഇങ്ങനത്തെ ഇതിനകത്തൊക്കെ മൊത്തം ഇത് കണ്ടോ, മൊത്തം ആടായിരിക്കും. ഈ ടാസ്കിൽ നമ്മൾ ബ്രൗസറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം ആടായിരിക്കും. അപ്പം അതൊക്കെ കുറച്ച് സഹിക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് പിന്നെ ഇത്ര പൈസ ഉണ്ടാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ റാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ പന്നിയുടെ സാധനം കണ്ടില്ലേ, പിഗ്ഗി ബാങ്ക്. ആ പിഗ്ഗി ബാങ്കിൻ്റെ കളറാണ് നമ്മുടെ റാങ്ക്. പിഗ്ഗി ബാങ്ക് എന്ന് പറയുമ്പോൾ ആദ്യം പിങ്ക് കളറായിരിക്കും, പിന്നെ നീല കളറാവും. അത് നമ്മുടെ റാങ്ക് അനുസരിച്ച് അത് കൂടി വരും. അതെ നോക്കുക, നമ്മളാദ്യം റൂക്കിയാണ്. നമ്മളാദ്യം സ്റ്റാർട്ടർ, പിന്നെ മെമ്പർ, പിന്നെ ഇൻസൈഡർ, പിന്നെ അംബാസഡർ, പിന്നെ ഇൻഫ്ലുവൻസർ. നമ്മൾ കിട്ടുന്ന ഒരു പോയിൻ്റ് അനുസരിച്ചാട്ടോ, നമ്മുടെ ഈ ബിഗ് ടോക്കൺ പോയിൻ്റ് അനുസരിച്ചായിരിക്കും നമുക്കങ്ങനെ റാങ്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തം 2 ദിവസത്തിനുള്ളിൽ ഞാൻ 1876 രൂപ 85 പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റിയൽ മണിയിലോട്ട് വരുമ്പോൾ $1 ഏകദേശം 30 രൂപയായി. അപ്പോൾ നമുക്കിത് ഇപ്പോൾ റിഡീമിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ റിഡീം നോക്കുമ്പോൾ നമുക്കിത് 2 ഓപ്ഷൻ വരും. ഒന്നല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ചാരിറ്റി ഡൊണേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്യാഷ് നോക്കുമ്പോൾ ഈ പേയ്പാലിലൂടെ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ജസ്റ്റ് ഒരു അക്കൗണ്ട് എടുക്കുക. അപ്പോൾ നമുക്ക് $10 കിട്ടണമെങ്കിൽ 33,333.33 ഈ ബിഗ് ടോക്കൺ പോയിന്റ് വേണം. അതായത് നമ്മൾ ഒരു 69 ദിവസത്തിനുള്ളിൽ ഇത്ര ഇങ്ങനെ ശരിയാക്കി എടുക്കണം. അതാണ് ആകെയുള്ളൊരു ടാസ്ക്, വെല്ലുവിളി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഇങ്ങനെ വെറുതെ ഫോൺ കിട്ടുമ്പോൾ ഒന്നല്ലെങ്കിൽ സർവേ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫണ്ട് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ശരി എന്നാൽ ബൈ.